ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡാണ്. അപ്പോൾ ഇതിൻ്റെ ടോപ്പിക്സ് ആയിരിക്കും നമുക്ക് ഡിസ്കസ്. ഇതിനകത്ത് കൂടുതൽ നമുക്ക് നെയിംഡ് റിയാക്ഷൻസ് ആണ്. നെയിംഡ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് നെയിംഡ് റിയാക്ഷൻ ഉണ്ട്. ഒന്നാമത്തെ ആ നെയിംഡ് റിയാക്ഷനിൽ നിന്നായിട്ടായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് കേട്ടോ. ഒന്നാമത്തെ നെയിംഡ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഒരുപാടെണ്ണമുണ്ട്. അതിൽ ഫസ്റ്റ് നിങ്ങൾ നെയിംഡ് റിയാക്ഷൻ പഠിക്കുന്നതിന് മുമ്പ് ടെസ്റ്റ് പഠിക്കുക. ടോളറൻസ് ടെസ്റ്റും ഫെഹിലിംഗ് ടെസ്റ്റും. ഈ രണ്ട് ടെസ്റ്റും ആൽഡിഹൈഡ്സിനെയും കീറ്റോൺസിനെയും തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അതിൽ ആൽഡിഹൈഡ്സ് ആണ് ഈ രണ്ട് ടെസ്റ്റും തരുന്നത്, കീറ്റോൺസ് ഈ രണ്ട് ടെസ്റ്റും തരത്തില്ല. ആൽഡിഹൈഡ്സിനെയും കീറ്റോൺസിനെയും തിരിച്ചറിയാൻ വേണ്ടിയാണ് ഈ രണ്ട് ടെസ്റ്റും. ആൽഡിഹൈഡ്സ് ഇത് രണ്ടും തരും, കീറ്റോൺസും ഇത് രണ്ടും തരത്തില്ല. ഓക്കെ, അതിനുശേഷം നമുക്ക് രണ്ടാമത് വരുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ആദ്യം പറയുന്നത്. പിന്നെ ആൽഡോൾ കണ്ടൻസേഷനും കെന്നിസാരോ റിയാക്ഷനും. ഇത് പല തവണ എക്സാമിന് ചോദിച്ചതാണ്, കമ്പാരിസൺ വരെ ചോദിച്ചിട്ടുണ്ട്, മസ്റ്റായിട്ടും പഠിക്കേണ്ടതാണ്. പിന്നെ മൂന്നാമത്തത് ക്ലെമൻസനും വുഫ്കിഷ്ണറും. നാലാമത്തത് HVZ റിയാക്ഷൻ, ഹെൽ-വോൾഹാഡ്-സെലൻസ്കീസ് റിയാക്ഷൻ, എറ്റാർഡ് റിയാക്ഷൻ. പിന്നെ അത് കണക്ക് തന്നെ ഗട്ടർമാൻ കോച്ച് റിയാക്ഷൻ. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് വരുന്നത്. അതായത് HVZ റിയാക്ഷൻ ഉണ്ട്, ഗട്ടർമാൻ കോച്ച് റിയാക്ഷൻ ഉണ്ട്. അത് കൂടാതെ അഞ്ചാമത്തെ ആയിട്ട് അയഡോഫോൺ ടെസ്റ്റ്. പിന്നെ അത് കൂടാതെ നമ്മുടെ ആൽഡിഹൈഡ്സിനും കീറ്റോൺസിനും അതിൻ്റെ ഓക്സിഡേഷൻ നമുക്ക് പഠിക്കണം. ആൽഡിഹൈഡ്സിനും കീറ്റോൺസിനും ഓക്സിഡേഷൻ നടന്നാൽ എന്ത് സംഭവിക്കും? ദെൻ അതേ കണക്ക് തന്നെ ഇവർ ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് RMgXുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്ത് സംഭവിക്കും? അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡ് നോക്കാൻ പോകുന്നത്. ഇത്രയുമാണ് നമുക്ക് കൂടുതലായിട്ടും ചോദിക്കുന്നത്. ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഫെഹിലിംഗ് ടെസ്റ്റും ടോളറൻസ് ടെസ്റ്റും. ഈ രണ്ട് ടെസ്റ്റും ആൽഡിഹൈഡ്സിനെയും കീറ്റോൺസിനെയും സെപ്പറേറ്റ് ആയിട്ട് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റാണ് ഫെഹിലിംഗ് ടെസ്റ്റും ടോളറൻസ് ടെസ്റ്റും. ഈ രണ്ട് ടെസ്റ്റും വെച്ചിട്ട് നമുക്ക് ആൽഡിഹൈഡിനെ തിരിച്ചറിയാൻ പറ്റും, പക്ഷേ കീറ്റോൺ ഈ രണ്ട് ടെസ്റ്റും തരത്തില്ല. ടോളറൻസ് ടെസ്റ്റ് നമ്മൾ ആൽഡിഹൈഡിൽ ചെയ്താൽ നമുക്കൊരു സിൽവർ മിറർ കിട്ടും. ഫെഹിലിംഗ് ടെസ്റ്റ് ആൽഡിഹൈഡിൽ ചെയ്താൽ നമുക്കൊരു റെഡ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. ഇത് കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ടോളറൻസ് ടെസ്റ്റ് ചെയ്യുന്നു, ആൽഡിഹൈഡും കീറ്റോണും എടുക്കുന്നു, ടോളറൻസ് ടെസ്റ്റ് ചെയ്യുന്നു, ഏതിലാണോ സിൽവർ മിറർ ഉണ്ടായത് അത് ആൽഡിഹൈഡാണ്. അപ്പം ഫെഹിലിംഗ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഏതിലാണ് റെഡ് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടായത് അത് ആൽഡിഹൈഡാണ്. അപ്പോൾ ടോളറൻസ് ടെസ്റ്റും ഫെഹിലിംഗ് ടെസ്റ്റും ഞാൻ രണ്ടും പറയാം. ടോളറൻസും ദെൻ ഫെഹിലിംഗും. ടോളറൻസ് ടെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പറയേണ്ടത് ഫ്രഷ്ലി പ്രിപ്പയർഡ് അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ് ആണ്. ടോളറൻസ് ടെസ്റ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്രഷ്ലി പ്രിപ്പയർഡ്, അപ്പം തന്നെ പ്രിപ്പയർ ചെയ്യണം കേട്ടോ, അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ്. ഇതാണ് ടോളറൻസ് ടെസ്റ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് കിട്ടുന്നത് ഒരു സിൽവർ മിററാണ്. ഒരു സിൽവർ കളർ പോലെ നമ്മുടെ റിയാക്ഷൻ മിക്സ്ചറിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു മിറർ കിടക്കുന്ന കണക്ക് ഇങ്ങനെ കിടക്കും. മറ്റേ സിൽവർ വെള്ളിയില്ല, അത് കണക്ക് ഇങ്ങനെ കിടക്കും. ഓക്കെ, അടുത്തത് ഫെഹിലിംഗ് ടെസ്റ്റ് ആണ്. ഫെഹിലിംഗ് ടെസ്റ്റിൽ നമുക്ക് രണ്ടെണ്ണം ഉണ്ട്, ഫെഹിലിംഗ് എയും ഉണ്ട്, ഫെഹിലിംഗ് ബിയും ഉണ്ട്. അപ്പം ഫെഹിലിംഗ് ടെസ്റ്റിൽ ഫെഹിലിംഗ് എ ഉണ്ട്, ഫെഹിലിംഗ് ബി ഉണ്ട്. എക്സാമിന് സ്ഥിരം ചോദിക്കുന്നതാണ്, ഇങ്ങനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാനായിട്ട് ചോദിക്കും. ഫെഹിലിംഗ് എ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് രണ്ടെണ്ണം ഉണ്ട്, ഫെഹിലിംഗ് എയും ഫെഹിലിംഗ് ബിയും ഉണ്ട്. ഫെഹിലിംഗ് ബി കോപ്പർ സൾഫേറ്റ് ആണ്, അക്വസ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആണ് ഫെഹിലിംഗ് എ എന്ന് പറയുന്നത്. ഫെഹിലിംഗ് ബി എന്ന് പറയുമ്പോഴത്തേക്ക് സോഡിയം പൊട്ടാസ്യം ടാർട്ടറേറ്റ് ആണ്. ഇതിനെ നമ്മൾ റോഷെല്ലി സാൾട്ട് എന്നും വിളിക്കാറുണ്ട്, റോഷെല്ലി സാൾട്ട് അങ്ങനെയും വിളിക്കാറുണ്ട്. ഇതിൽ ഫെഹിലിംഗ് എയും ഫെഹിലിംഗ് ബി ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് നമ്മൾ ഫെഹിലിംഗ് സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. നമുക്ക് റെഡ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. ഇതിന് റിയാക്ഷനൊക്കെ ഉണ്ട്, അത് മസ്റ്റായിട്ടും പഠിച്ചു വെച്ചേക്കുക. ഇവിടെ നമുക്ക് കിട്ടുന്ന AG ആയിരിക്കും, സിൽവർ മിറർ AG എന്ന് പറഞ്ഞാണ് കിട്ടുന്നത്. റെഡ് പ്രസിപ്പിറ്റേറ്റിന് കാരണം Cu2O ആണ്, കുപ്രസ് ഓക്സൈഡ് ആണ്. അപ്പം അത് ക്ലിയർ ആയിട്ട് പഠിച്ചു വെച്ചേക്കുക. ഫെഹിലിംഗ് ടെസ്റ്റും ടോളറൻസ് ടെസ്റ്റും ഇത് രണ്ടുമാണ് നമ്മൾ ആൽഡിഹൈഡിനും കീറ്റോണും തിരിച്ചറിയാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇനി ആൽഡിഹൈഡും കീറ്റോണും ഒരുമിച്ച് തരുന്ന റിയാക്ഷൻ ഉണ്ട്, അതും കൂടെ പഠിച്ചു വെച്ചേക്കുക. ഇതിപ്പോൾ നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്, ഫെഹിലിംഗ് ടെസ്റ്റും. അതിൽ ആൽഡിഹൈഡിനെ നമുക്ക് തിരിച്ചറിയാം, കീറ്റോണെ തിരിച്ചറിയാൻ പറ്റത്തില്ല. ഇത് രണ്ടും, അതായത് ആൽഡിഹൈഡും കീറ്റോണും തരുന്ന റിയാക്ഷൻ ഉണ്ട്, രണ്ടുപേരും ഒരുമിച്ച് തരുന്ന റിയാക്ഷൻ. അത് ആൽഡിഹൈഡ് ആയാലും കീറ്റോൺ ആയാലും ആരുമായിട്ട് റിയാക്ട് ചെയ്യും? ആൽഡിഹൈഡ് കീറ്റോൺ. ഇവർ രണ്ടുപേരും ആരുമായിട്ട് റിയാക്ട് ചെയ്യും? HCl, ഹൈഡ്രജൻ സയനൈഡ്. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടും? സയാനോഹൈഡ്രൻ കിട്ടും. ഇവർ രണ്ടുപേരും HCl-നുമായിട്ട് റിയാക്ട്. ഇനി അതല്ല, വേറെ റിയാക്ഷൻ, ആൽഡിഹൈഡ് കീറ്റോൺ.
ഇവർ രണ്ടുപേരും NH2OH എന്നാൽ ഹൈഡ്രോക്സിൽ അമീനാണ്. അവരുമായിട്ട് റിയാക്ട് ചെയ്യും, നമുക്ക് ഓക്സൈൻ കിട്ടും. ഓക്സൈൻ. അപ്പോൾ ഇത് രണ്ടും ആൽഡിഹൈഡും കീറ്റോണും ഒരുമിച്ച് തരുന്ന റിയാക്ഷനാണ്. മറ്റേത് ആൽഡിഹൈഡിനെ കീറ്റോൺ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ടോളറൻസ് ടെസ്റ്റും ഫെയിലിംഗ് ടെസ്റ്റും. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, ടോളറൻസ് ടെസ്റ്റും ഫെയിലിംഗ് ടെസ്റ്റും. രണ്ട് എക്സാമിന് ചോദിക്കുന്നതാണ് ടോളറൻസും ഫെയിലിംഗ്. ഓക്കെ ഓക്കെ. ഇനി അടുത്തത് ആൽഡോളും കന്നിസാരയുമാണ്. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് പഠിക്കാൻ രണ്ടും. ആൽഡോള് കന്നിസാരം, അതാണ് ഞാൻ ഒരുമിച്ചെടുത്തേക്കുന്നത്. ആൽഡോളും കന്നിസാരവും. ആൽഡോളിൽ ആൽഫ ഹൈഡ്രജൻ വേണം, നീഡഡ്. ആൽഫ ഹൈഡ്രജൻ വേണം, അതായത് ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തേക്കുന്ന കാർബണിൽ ഹൈഡ്രജൻ ഉണ്ടായിരിക്കണം. ഇവിടെ ആൽഫ ഹൈഡ്രജൻ വേണ്ട, നോ ആൽഫ ഹൈഡ്രജൻ. ആൽഫ ഹൈഡ്രജൻ വേണ്ട. ഇവിടെ ആൽഡോൾ കണ്ടൻസേഷനിൽ ഡയല്യൂട്ട് NaOH അല്ലെങ്കിൽ KOH ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ കോൺസെൻട്രേറ്റഡ് NaOH അല്ലെങ്കിൽ KOH ആണ് നമ്മൾ കന്നിസാരോ റിയാക്ഷനകത്ത് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഡയല്യൂട്ട് NaOH അല്ലെങ്കിൽ KOH, ഇവിടെ കോൺസെൻട്രേറ്റഡ് NaOH അല്ലെങ്കിൽ KOH. ഓക്കെ. പിന്നെ മൂന്നാമത്തത്, ആൽഡോൾ കണ്ടൻസേഷനിൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ആൽഡോൾ, അതിനെ വീണ്ടും നമുക്ക് റിയാക്ട് ചെയ്യിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആൽഡിഹൈഡ്, ഇതായിരിക്കും ഫൈനൽ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്നത്. ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആൽഡിഹൈഡ്. എന്നാൽ കന്നിസാരോ റിയാക്ഷൻ ആണെങ്കിൽ നമുക്ക് രണ്ട് പ്രൊഡക്റ്റ് കിട്ടും. ഒന്ന് ആൽക്കഹോളും കിട്ടും, ദെൻ സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡും കിട്ടും. ഇതാണ് ആൽഡോളും കന്നിസാരും തമ്മിലുള്ള ഡിഫറൻസ്. ആൽഡോളിൽ ആൽഫ ഹൈഡ്രജൻ വേണം, കന്നിസാരോയിൽ ആൽഫ ഹൈഡ്രജൻ വേണ്ട. ഫോർ എക്സാമ്പിൾ ഇതാ CH3CHO, HCHO, C6H5CHO. ഇവിടെ നോക്കേ, ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തേക്കുന്ന കാർബണിൽ ഹൈഡ്രജൻ ഉണ്ട്, അതായത് ആൽഫ ഹൈഡ്രജൻ ഉണ്ട് ആൽഡോൾ. ഇതാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തേക്കുന്ന കാർബൺ. ഇവിടെ കാർബൺ പോലും ഇല്ല, അപ്പോൾ ഇവിടെ ആൽഫ ഹൈഡ്രജൻ ഇല്ല. ഇത് ഫങ്ഷണൽ ഗ്രൂപ്പ് ഇത് ഇങ്ങനെ ഇരിക്കുന്നത് C6H5CHO. ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഇതാണ്. ആ കാർബണിൽ ഹൈഡ്രജൻ ഇല്ല, കാരണം ഹൈഡ്രജൻ മാറിയിട്ടാണ് CH വന്നേക്കുന്നത്. സോ കന്നിസാരോ റിയാക്ഷൻ. ഇതിൽ ആൽഡോൾ ആദ്യം പറയാം, എന്നിട്ട് കന്നിസാരോ ആദ്യം പറയാം, എന്നിട്ട് ആൽഡോൾ പറയാം. കന്നിസാരോ ഭയങ്കര സിമ്പിളാണ്. കന്നിസാരയുടെ പ്രൊഡക്റ്റ് പറയാൻ പോവാണേ. HCHO കന്നിസാരമാണെന്ന് അവർ പറയത്തില്ല, ഒന്നും പറയത്തില്ല. വരുതാ കോൺസെൻട്രേറ്റഡ് NaOH, ഇത്രേ തരുത്തോളൂ. ഇത് NaOH അല്ലെങ്കിൽ KOH ആണ് എടുക്കുന്നത്. കോൺസെൻട്രേറ്റ് ആണെങ്കിൽ കന്നിസാരോ. കോൺസെൻട്രേറ്റ് ആയാൽ മാത്രം പോരാ, എന്തുകൊണ്ട് ഉണ്ടായിരിക്കണം? ആൽഫ ഹൈഡ്രജൻ ഇല്ലാതെ ഇരിക്കണം. ആ കണ്ടീഷൻ കൂടെ സാറ്റിസ്ഫൈ ചെയ്യണം. അല്ലാതെ ആൽഫ ഹൈഡ്രജൻ ഉള്ള ഒരാളെ എടുത്തിട്ട് കോൺസെൻട്രേറ്റ് NaOH തന്നെന്ന് പറഞ്ഞ് കന്നിസാരോ എഴുതി വെക്കരുത്. ആൽഫ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ അത് കോൺസെൻട്രേറ്റ് ആണെങ്കിലും എന്തേ തരുത്തോളൂ? ആൽഡോളെ തരുത്തോളൂ കേട്ടോ. ഇതാണ് മെയിൻ കണ്ടീഷൻ. പിന്നെ ഇതുണ്ടെങ്കിൽ എളുപ്പം നടക്കും, ഇതിൻ്റെ കൂടെ ആണെങ്കിൽ എളുപ്പം നടക്കും, അങ്ങനെയേ ഉള്ളൂ. അല്ലാതെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്ന് പറഞ്ഞ പ്രശ്നമൊന്നുമില്ല കേട്ടോ. നമ്മളുടെ മെയിൻ കണ്ടീഷൻ ആൽഫ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ ആൽഡോൾ, ഇല്ലെങ്കിൽ കന്നിസാരം. പിന്നെ കൂടെ വേണ്ടത് NaOH KOH ആയിരിക്കണം, അത്രയേ ഉള്ളൂ വ്യത്യാസം. അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി, എളുപ്പം. ഇത്രയേ ഉള്ളൂ സംഭവം. ഇവിടെ കന്നിസാരോ റിയാക്ഷൻ ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ 2 CHO എടുക്കുക. ഒരു CHOയെ CH2OH ആക്കുക, രണ്ടാമത്തെ CHOയെ COONA ആക്കുക. ഒരു CHOയെ CH2OH ആക്കുക, രണ്ടാമത്തെ CHOയെ COONA ആക്കുക. നമ്മൾ NaOH എടുത്തതുകൊണ്ടാണ് COONA ആക്കിയത്. KOH ആണ് എടുത്തെങ്കിൽ COOK ആക്കണം. ഓക്കെ. HCHO രണ്ടെണ്ണം എടുക്കുന്നു. ഒരാളെ ഒരു CHO എന്താക്കുന്നു? CH2OH ആക്കുന്നു. ഒരു CHOയെ CH2OH ആക്കുന്നു. അപ്പം CH2OH H കൂടെ ചേർന്ന് ഇവിടെ രണ്ടെണ്ണമില്ലേ H, ഒരു CHO എന്താക്കുക? CH2OH. അപ്പോൾ CH2OH കൂടെ ചേർന്ന് എന്തായിട്ട് എഴുതാം? CH3OH. രണ്ടാമത്തേന് എന്താക്കുക? CHOയെ COONA. ഇങ്ങനെ 2 പ്രൊഡക്റ്റ് കിട്ടും. ഒന്നും കൂടെ ബെൻസീൻ റിങ്ങിനകത്ത് CHO പ്ലസ് കോൺസെൻട്രേറ്റഡ് KOH പറഞ്ഞേ, 2 പ്രൊഡക്റ്റ് കിട്ടും.
ഒരു CHOയെ CH2OH ആക്കുക. ഒരു CHOയെ CHO മാറ്റിയിട്ട് അതിന് പകരം എന്താണെന്ന് എഴുതുക, CH2OH പ്ലസ്. ഒരു CHO എന്താക്കുക, ഒരു CHOയെ ബെൻസീറിങ് അതേ കണക്ക് തന്നെ CHOയെ മാത്രം മാറ്റുക, രണ്ടു വട്ടം എഴുതുക. ഒരു CHO എന്താക്കുക, COON എന്ന് എഴുതരുത്, നമ്മൾ KOH ആണ് എടുത്തേക്കുന്നത്, COOK. ഇതാണ് ആൽഡോൾ കെനിസാരോ റിയാക്ഷൻ. സിമ്പിൾ റിയാക്ഷൻ ആണ്, മനസ്സിലാക്കുക. കെനിസാരോ. അപ്പം രണ്ട് CHO എടുക്കണം, ഒരു CHOയെ CH2OH ആക്കണം, രണ്ടാമത്തെ CHOയെ COON ആക്കണം. ഓക്കെ, അത് കിട്ടി. അപ്പം ആൽഡോൾ അല്ല കെനിസാരോ പറഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ആൽഡോളാണ്. ആൽഡോൾ ആകുമ്പോഴത്തേക്ക് ആൽഫ ഹൈഡ്രജൻ ഉണ്ടായിരിക്കണം. എന്താ, CH3CHO. ഇവിടെയും രണ്ടെണ്ണം വേണം. ഓക്കെ, ഡൈലൂട്ട് NaOH സംഭവിക്കുന്നത്. രണ്ട് CH3OH ഇല്ല, ഞാൻ ഇങ്ങനെ എഴുതാണ്. ഓക്കെ, ഇത് നമുക്ക് ആരോ ഇടാം. ഇങ്ങനെയാണ് എഴുതുന്നത്, CH3CHO. CH ഇങ്ങനെ എഴുതാണ്, C+O സിംഗിൾ ബോണ്ട് H ഇങ്ങനെ എഴുതാണ്. രണ്ടാമത്തെ ആളെ CH3CHO എന്ന് എഴുതുകയാണ്, മാറ്റമൊന്നുമില്ല. ഈ ആൽഫ ഹൈഡ്രജൻ ഡബിൾ ബോണ്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഇത് ആൽഫ ഹൈഡ്രജൻ ആണ് ഷിഫ്റ്റ് ചെയ്യുന്നത്, പ്രത്യേകം മനസ്സിലാക്കണം. ആൽഫ ഹൈഡ്രജൻ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. എന്ത് കിട്ടുമെന്ന് പറഞ്ഞേ, CH3CH സിംഗിൾ ബോണ്ട് OH അല്ലേ, CH അവിടെ തന്നെ ഉണ്ട്, CH ഇതാണ് CH. പിന്നെ Oയ്ക്കകത്തോട്ട് H വരുമ്പോൾ OH ആവും, പിന്നെ ഇവിടെ എന്താവും, CH2 ആവും, CH. ഞാൻ വിളിക്കുന്ന പേരാണ് ആൽഡോൾ. ആൽഡിഹൈഡും ഓളും ആൽഡോൾ. ഇനി നമ്മൾ ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ചൂടാക്കിയാൽ ഇവിടുത്തെ OHും ഇവിടുത്തെ Hും കൂടെ പോകും. അപ്പോൾ എന്ത് കിട്ടും, CH3CH സിംഗിൾ ബോണ്ട് CH ഇവിടുന്ന് H പോകുമ്പോൾ CH ആവും, ഇവിടുന്ന് OH പോകുമ്പോൾ CH ആവും, ഇടയ്ക്ക് ഡബിൾ ബോണ്ട്. ഇതാണ് കിട്ടുന്നത് പ്രൊഡക്റ്റായിട്ട്. അപ്പോൾ പ്രത്യേകം മനസ്സിലാക്കുക, ഇവിടെ നമ്മൾ ആൽഡോൾ കണ്ടൻസേഷനിൽ ആൽഫ ഹൈഡ്രജൻ ഉണ്ടായിരിക്കണം. അപ്പോൾ സംഭവിക്കുന്നത് രണ്ടെണ്ണം വരണം. നേരത്തെ നമ്മൾ എളുപ്പമായിരുന്നു, CHOയെ CH2OH ആക്കുക, ഒരു CHOയെ COON അല്ലെങ്കിൽ K ആക്കുക. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒരാളുടെ CHOയിൽ C ഡബിൾ ബോണ്ട് ഓയിലോട്ട് രണ്ടാമത്തെ ആളുടെ ആൽഫ ഹൈഡ്രജൻ വരും. എന്നിട്ട് അവർക്കിടയിൽ ബോണ്ടാവും. ചൂടാക്കുമ്പോൾ OHും Hും തമ്മിൽ എലിമിനേറ്റ് ചെയ്യും. ഇതിനെ വിളിക്കുന്ന പേരാണ് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആൽഡിഹൈഡ്. ആൽഡോൾ അതിനെ വീണ്ടും ചൂടാക്കിയാൽ ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആൽഡിഹൈഡ് കിട്ടും. ഇതാണ് ആൽഡോൾ കണ്ടൻസേഷൻ. കെനിസാരോയും ആൽഡോളും രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ചില എക്സാംസിനൊക്കെ ഇവിടെ രണ്ടുപേരും ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ചോദിച്ചു, രണ്ടുപേരും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് മാത്രം, ആൽഡോളും കെനിസാരോയും. അടുത്തത് ക്ലെമൻസനും വുഫ്കിഷ്ണറും. രണ്ടും ഒരേ റിയാക്ഷൻ തന്നെ. അതാ ഇത്രയും മാത്രം ആലോചിക്കാം. ക്ലെമൻസൺ ആയാലും വുഫ്കിഷ്ണർ ആയാലും CHO ആണ് വരുന്നതെങ്കിൽ അതിനെ CH3 ആക്കുക. CO ആണ് വരുന്നതെങ്കിൽ അതിനെ CH2 ആക്കുക. ഇതാണ് ക്ലെമൻസണിലും വുഫ്കിഷ്ണറിലും നിങ്ങൾ ചെയ്യേണ്ടത്. CHOയെ CH3 ആക്കുക, COയെ CH2 ആക്കുക. അത് ക്ലെമൻസൺ ആണെങ്കിൽ ആരോയ്ക്ക് മുകളിൽ അല്ലെങ്കിൽ ക്ലെമൻസന്റെ റിയേജന്റ് വരുന്നത് സിങ്ക് അമാൽഗവും HCl ആണ്. വുഫ്കിഷ്ണർ ആണെങ്കിൽ വുഫ്കിഷ്ണറാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഹൈഡ്രസീൻ എന്ന് പറയുമ്പോൾ NH2 സിംഗിൾ ബോണ്ട് NH2, അത് കൂടാതെ KOHും എത്തിലീൻ ഗ്ലൈക്കോളും അല്ലെങ്കിൽ എത്തിലീൻ ഗ്ലൈക്കോൾ. ഇതാണ് വുഫ്കിഷ്ണർ. ഇത് രണ്ട് വന്നാലും ഒരേ റിയാക്ഷനാണ്. CHO ഉണ്ടെങ്കിൽ CH3 ആക്കുക, CO ഉണ്ടെങ്കിൽ CH2 ആക്കുക. നമുക്ക് ചെയ്ത് നോക്കാം. എന്താ, CH3CHO പ്ലസ് ZnHg ബാർ HCl. ZnHg HCl ഉണ്ട്. അപ്പോൾ അത് ക്ലെമൻസൺ ആണ്. ക്ലെമൻസൺ ആണെങ്കിൽ എന്തോ ചെയ്യേണ്ട, CHO ആണോ CO ആണോ നോക്കാം. CHO ആണ്. CHO മാറ്റി CH3 ആക്കുക. എന്ത് കിട്ടി, CH3 ഓൾറെഡി അവിടെ ഉണ്ട്, CHO മാറ്റി CH3 ആക്കുക. കഴിഞ്ഞു. ഇതാ CH3COCH3 പ്ലസ് NH2 സിംഗിൾ ബോണ്ട് NH2 KOH എത്തിലീൻ ഗ്ലൈക്കോൾ. NH2 KOH എത്തിലീൻ ഗ്ലൈക്കോൾ. അത് വുഫ്കിഷ്ണറാണ്. അതായത് CHO ആണെങ്കിൽ CH3 ആക്കുക, CO ആണെങ്കിൽ CH2 ആക്കുക. COയ്ക്ക് പകരം CH2 കൊടുക്കുക. CO മാറ്റിയിട്ട് CH2 കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടി, CH3 CH2 CH3. സിമ്പിൾ. കഴിഞ്ഞു.
വുഫ്കിഷ്ണറും ക്ലെമൻസനും. ഇതാ ഒന്നും കൂടെ നോക്കാം. CH3 CH2 CO CH3 പ്ലസ് ZnHg HCl. ZnHg HCl ക്ലെമൻസൻ. CHO CH3 ആക്കുന്നു, CO CH2 ആക്കുന്നു. CHO ഇല്ല, CO ഉണ്ട്. CO യെ CH2 ആക്കുക. അപ്പോൾ എന്തായി? CH3 CH2 CH2 CH3. ക്ലെമൻസനും വുഫ്കിഷ്ണറും. ഇതാണ് പഠിക്കേണ്ടത്. രണ്ട് വന്നു കഴിഞ്ഞാലും CHO CH3 ആക്കുന്നു, CO CH2 ആക്കും. അടുത്ത റിയാക്ഷൻ HVZ, ദെൻ എറ്റാർഡ്, ദെൻ ഗട്ടർമാൻ കോച്ച്. 3 റിയാക്ഷൻ. അതിൽ എറ്റാർഡ് റിയാക്ഷൻ പറയാം. എറ്റാർഡ് റിയാക്ഷൻ അതായത് ഏതാണ് എറ്റാർഡ് റിയാക്ഷൻ എന്നാണ് പറയുന്നത്? ബെൻസീൻ റിങ്ങിന് മുകളിൽ CH3, ഇതിനെ വിളിക്കുന്ന പേര് ടൊളുവീൻ എന്നാണ്. ഈ ഒരൊറ്റ റിയാക്ഷനെ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ടൊളുവീനെ CH3ക്ക് പകരം CHO അതായത് ബെൻസാൽഡിഹൈഡ് ആക്കും. ടൊളുവീനെ ബെൻസാൽഡിഹൈഡ് ആക്കും. എടുക്കുന്ന റിയേജന്റ് CrO2Cl2, ക്രോമൈൽ ക്ലോറൈഡും CS2H3O+. CrO2Cl2 CS2H2. ഇതാണ് എറ്റാർഡ് റിയാക്ഷൻ. എറ്റാർഡ്. എന്നാൽ ഗട്ടർമാൻ കോച്ച് ഉണ്ട്. ഗട്ടർമാൻ കോച്ച് അത് പക്ഷേ ഇതാരാ? ബെൻസീനിനെ എന്താക്കുന്നു? ബെൻസാൽഡിഹൈഡ്. ബെൻസീനിനെ ബെൻസാൽഡിഹൈഡ് ആക്കും. ബെൻസീനെ ബെൻസാൽഡിഹൈഡ് ആക്കും. അതിനാണ് നമ്മൾ ഗട്ടർമാൻ കോച്ച് റിയാക്ഷൻ യൂസ് ചെയ്യുന്നത്. CO പ്ലസ് HCl അൺഹൈഡ്രസ് AlCl3. ഇതാണ് ഗട്ടർമാൻ കോച്ച്. അപ്പോൾ ഈ രണ്ട് റിയാക്ഷനും ബെൻസാൽഡിഹൈഡിനെ ഉണ്ടാക്കാനാണ്. പക്ഷെ ഇത് ടൊളുവീനെന്നും ഇത് ബെൻസീനെന്നുമാണ്. ടൊളുവീൻ ടു ബെൻസാൽഡിഹൈഡ് എറ്റാർഡ് റിയാക്ഷൻ, ക്രോമൈൽ ക്ലോറൈഡ് CS2H3O+. ബെൻസീൻ ടു ബെൻസാൽഡിഹൈഡ് ഗട്ടർമാൻ കോച്ച് റിയാക്ഷൻ, CO HCl അൺഹൈഡ്രസ് AL. രണ്ടിടത്തും ബെൻസാൽഡിഹൈഡ് ഉണ്ടാവുന്നു. ഇവിടെ ടൊളുവീനും ഇവിടെ ബെൻസീനും. ഇതാണ് ഗട്ടർമാൻ കോച്ച് റിയാക്ഷനും എറ്റാർഡ് റിയാക്ഷൻ. ഓക്കെ. ഇനി HVZ റിയാക്ഷൻ. അതൊരു വലിയ പേരാണ്. ഹെൽ വോൾഹാർഡ് സെലൻസ്കീസ് റിയാക്ഷൻ എന്നാണ്. പക്ഷെ നമ്മൾ HVZ റിയാക്ഷൻ എന്ന് ചുരുക്കപ്പേരിൽ വിളിക്കുകയാണ്. ഓക്കെ. അപ്പോൾ HVZ റിയാക്ഷൻ നോക്കാം. HVZ റിയാക്ഷനകത്ത് ഇതൊരു ആസിഡിൽ നടക്കുന്ന റിയാക്ഷനാണ് കേട്ടോ. X2 റെഡ് ഫോസ്ഫറസ്, ഹാലജനും റെഡ് ഫോസ്ഫറസും ആണ് റിയേജന്റ്. ആസിഡിലാണ് നടക്കുന്നത് സംഭവം. ആസിഡിൻ്റെ തൊട്ടടുത്ത കാർബണിൽ ഹാലജൻ വരും. ഇതെങ്ങനെ വരും? CH3 CH2 അല്ല, അത് CH ആവും. ഒരു ഹൈഡ്രജൻ മാറും, എന്നിട്ട് അവിടെ X വരും. അതായത് X2 റെഡ് ഫോസ്ഫറസ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ആസിഡിൻ്റെ തൊട്ടടുത്ത കാർബണിലെ ഹൈഡ്രജൻ മാറിയിട്ട് പകരം ഏതാണോ എടുക്കുന്ന X അത് വരും. ക്ലോറിൻ ആണെങ്കിൽ Cl വരും, ബ്രോമിൻ ആണെങ്കിൽ Br വരും, അയഡിൻ ആണെങ്കിൽ I വരും. ഇതാണ് HVZ റിയാക്ഷൻ. അപ്പോൾ HVZ റിയാക്ഷൻ പ്രത്യേകം ശ്രദ്ധിച്ചോളാം. ഇത് നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ട്. X2 റെഡ് ഫോസ്ഫറസ് മറ്റേ OHനെ മാറ്റിയിട്ട് Clനെ കൊണ്ടുവരുന്നത് അത് അവിടെ നിങ്ങൾ കണ്ടു. അപ്പോൾ ഞാൻ പറയുന്നത് വീണ്ടും കാണുമെന്ന്. ഇതാണ് HVZ റിയാക്ഷനാണ്. COOHൻ്റെ തൊട്ടടുത്ത കാർബണിലെ ഹൈഡ്രജൻ മാറി. തൊട്ടടുത്ത കാർബണിലെ ഹൈഡ്രജൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ റിയാക്ഷൻ നടക്കത്തുമില്ല. ഇവിടെ ഇങ്ങനെ ഒരു ഹൈഡ്രജൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ റിയാക്ഷൻ ഇല്ല. ഹൈഡ്രജൻ ഉണ്ടെങ്കിലാണ് അതിനെ മാറ്റിയിട്ട് ഹാലജൻ വരുന്നത്. ഓക്കെ. റിയാക്ഷൻ. ഇനി അയഡോഫോം ടെസ്റ്റ്. അയഡോഫോം ടെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് മറ്റേ ക്ലോറോഫോം, ഹാലോഫോം ടെസ്റ്റ് എന്നാണ് നമ്മൾ കോമൺലി പറയുന്നത്. അയഡോഫോമാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ആൽഡിഹൈഡ്സിനെയും കീറ്റോൺസിനെയൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. ഒന്ന്, ഈ രണ്ട് ആൾക്കാരും, ഈ ആളും ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് അസറ്റാൽഡിഹൈഡ് എന്നാണ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് അസറ്റോൺ എന്നാണ്. അസറ്റാൽഡിഹൈഡും അസറ്റോണും അയഡോഫോം ടെസ്റ്റ് തരും. എന്നാൽ ഇയാളുണ്ടാവും, ഇയാൾക്ക് അയഡോഫോം ടെസ്റ്റ് തരാൻ പറ്റത്തില്ല.
HCH ഉണ്ടാവും, ഈ ആക്കും അയോഡോഫോം ടെസ്റ്റ് തരാൻ പറ്റത്തില്ല. അപ്പം ഇതിനെ നമ്മൾ വിളിക്കുന്ന ഒരു ഫോർമാൽഡിഹൈഡ് എന്നാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇങ്ങനെ ആയിരിക്കും, ഫോർമാൽഡിഹൈഡിനെയും അസറ്റാൽഡിഹൈഡിനെയും എങ്ങനെ തിരിച്ചറിയാം? എന്ത് ചെയ്താൽ മതി? അയോഡോഫോം ടെസ്റ്റ് ചെയ്താൽ മതി. ആര് തരും? അസറ്റാൽഡിഹൈഡ്. ആര് തരത്തില്ല? ഫോർമാൽഡിഹൈഡ്. ഫോർമാൽഡിഹൈഡിനെയും അസറ്റോണിനെയും എങ്ങനെ തിരിച്ചറിയാം? ഫോർമാൽഡിഹൈഡ് ആൽഡിഹൈഡും അസറ്റോൺ കീറ്റോണുമാണ്. ആൽഡിഹൈഡിനും കീറ്റോണിനും സെപ്പറേറ്റ് ചെയ്യാൻ, തിരിച്ചറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? നമ്മൾ ടോളറൻസ് ടെസ്റ്റോ ഫെയിലിംഗ് ടെസ്റ്റോ ചെയ്താൽ മതി. പക്ഷേ അല്ലെങ്കിൽ ഏത് ചെയ്യാം? അയോഡോഫോം ടെസ്റ്റ് ചെയ്യാം. അപ്പം ഫോർമാൽഡിഹൈഡിനെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, അസറ്റോണിനെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം അയോഡോഫോം ടെസ്റ്റ് യൂസ് ചെയ്യുന്നത് ആൽഡിഹൈഡ് ഫോർമാൽഡിഹൈഡ് ഇവരെ തിരിച്ചറിയാനോ അല്ലെങ്കിൽ ഫോർമാൽഡിഹൈഡ് അസറ്റാൽഡിഹൈഡ് അവരെ തിരിച്ചറിയാനോ ആണ്. അസറ്റാൽഡിഹൈഡും അസറ്റോണും രണ്ടുപേരും ഈ റിയാക്ഷൻ തരും. ഇത് സ്ഥിരം എക്സാമിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അയോഡോഫോം ടെസ്റ്റ്. അയോഡോഫോം ടെസ്റ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് NaOI ആണ്, സോഡിയം ഹൈപ്പോ അയഡൈഡ്. NaOI. നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് CHI3 ആണ്. ഇതിനെ വിളിക്കുന്ന പേര് അയോഡോഫോം. NaOI. ഇതിനെ വിളിക്കുന്ന പേര് സോഡിയം ഹൈപ്പോ അയഡൈഡ്. അതായത് നമ്മൾ മറ്റേ അസറ്റോൺ എടുത്തിട്ടോ അല്ലെങ്കിൽ ആരോ എടുത്തിട്ടോ ഇതുമായിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് ഈ സാധനം കിട്ടത്തുള്ളൂ. കൂടെ കിട്ടുന്ന ആളെ നിങ്ങൾ നോക്കണ്ട, ഇതാണ് കിട്ടുന്നത്. അപ്പം നമ്മളതാ CH3CH പ്ലസ് NaOI റിയാക്ട് ചെയ്താൽ എന്ത് കിട്ടും? CHI3 അയോഡോഫോം കിട്ടും. HCHO ഫോർമാൽഡിഹൈഡ് NaOI നമുക്ക് എന്ത് കിട്ടത്തില്ല? അയോഡോഫോം കിട്ടത്തില്ല. തിരിച്ചറിയാൻ പറ്റും. ഇത് അസറ്റാൽഡിഹൈഡ്, ഇത് ആൽഡിഹൈഡിൻ്റെ ഫസ്റ്റ് മെമ്പർ, സെക്കൻഡ് മെമ്പർ തിരിച്ചറിയാൻ പറ്റും. ഓക്കെ, ക്ലിയർ. അയോഡോഫോം ടെസ്റ്റ്. ദെൻ ഓക്സിഡേഷനും ഗ്രിഗ്നാർഡ് റിയേജന്റ്. നോക്കിയേ, ഓക്സിഡേഷൻ ഇത്രയും മാത്രം മനസ്സിലാക്കാം. ആൽഡിഹൈഡിനെ ഓക്സിഡേഷൻ ചെയ്താൽ ആസിഡ് കിട്ടും, COOH. കീറ്റോണിനെ ഓക്സിഡേഷൻ ചെയ്താലും ആസിഡ് കിട്ടും, പക്ഷെ മിക്സ്ചർ ആയിരിക്കും. രണ്ട് ആസിഡ് കിട്ടും. നോക്കാം. CH3CHO ഓക്സിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CHO മാറ്റിയിട്ട് എന്താക്കുക? COH. CH3COOH. CH3COCH3 ഓക്സിഡേഷൻ. ഇത് കീറ്റോണാണ്. രണ്ട് ആസിഡ് കിട്ടും. കട്ട് ചെയ്യുക, ഇതൊരു ആസിഡാക്കുക, ഇതൊരു ആസിഡാക്കുക. പറഞ്ഞേ, CH3COOHും കിട്ടും, കൂടാതെ HCOOH കിട്ടും. ഇത് രണ്ട് കാർബൺ വരുന്ന ആസിഡ്, ഇത് ഒരു കാർബൺ വരുന്ന ആസിഡ്. ഒരു കാർബൺ വരുന്ന ആസിഡ് ഫോർമിക് ആസിഡാണ്. കിട്ടും രണ്ട് ആസിഡ് കിട്ടും. CH3CH2COCH3 ഓക്സിഡേഷൻ. കീറ്റോൺ രണ്ട് ആസിഡ് കിട്ടും. ഇതൊരു ആസിഡാവും, ഇതൊരു ആസിഡാവും, അല്ലെങ്കിൽ ഇതൊരു ആസിഡാവും, ഇതൊരു ആസിഡാവും, എങ്ങനെ വേണമെങ്കിലും എഴുതും. അപ്പം ഇങ്ങനെ ബ്രേക്ക് ചെയ്യുന്നു. ഇതൊരു ആസിഡാവും, ഇതൊരു ആസിഡാവും. എന്ത് കിട്ടി? CH3CH2COOHും അല്ലെങ്കിൽ HCOOH. ഒരു കാർബൺ വരുന്ന ആസിഡ് HCOH ആണ്. ഇതാണ് റിയാക്ഷൻ. അപ്പോൾ ഇത്രയും കാര്യം മാത്രമല്ല. ഇത് നമുക്ക് അങ്ങനെ എക്സാമിന് ചോദിക്കുന്നില്ല, ഒരു വട്ടോ രണ്ടോ വട്ടം അങ്ങനെ ചോദിച്ചിട്ടുള്ളൂ. പിന്നെ എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. ആൽഡിഹൈഡിന് ഓക്സിഡേഷൻ നടത്തിയ ആസിഡ് കിട്ടും, കീറ്റോണിന് ആസിഡ് കിട്ടും. പക്ഷേ കീറ്റോൺ രണ്ട് ആസിഡിനെ തരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ CO ചേർത്തിട്ട് ഇത്രയും ചേർത്ത് ഇതിൻ്റെ കൂടെ OHും കൂടെ ചേർത്തൊരു ആസിഡ് ആക്കുക. ഇതിൽ എത്ര കാർബൺ ഉണ്ടോ അതിനനുസരിച്ച് ഇപ്പോൾ രണ്ട് CH2CH3 എന്നായിരുന്നെങ്കിൽ രണ്ട് കാർബൺ ഉണ്ടെങ്കിൽ എന്തെഴുതുക? CH3COOH എന്ന് എഴുതുക. രണ്ട് കാർബൺ വരുന്ന ആസിഡ്. ഒരു കാർബണേ ഉള്ളൂവെങ്കിൽ HCOH എന്ന് എഴുതും. ഇത്രയുള്ള വ്യത്യാസം. ഇനി ഒരാളും കൂടെ ഉണ്ട്, ഗ്രിഗ്നാർഡ് റിയേജന്റ്. ഗ്രിഗ്നാർഡ് റിയേജന്റ് RMgX ആണ്. ഗ്രിഗ്നാർഡ് റിയേജന്റ് RMgX മൂന്നെണ്ണം പഠിച്ചു വെച്ചേക്കാം. ഒന്ന് HCHOയുമായിട്ടുള്ള റിയാക്ഷൻ, രണ്ട് CH3CHOയുമായിട്ടുള്ള റിയാക്ഷൻ, മൂന്ന് CH3COCH3യുമായിട്ടുള്ള റിയാക്ഷൻ. RMgX. ഈ R എന്ത് വേണമെങ്കിലും ആവാമേ. RMgX മൂന്നെണ്ണം പഠിച്ചു വെച്ചേക്കട്ടോ.
ഫസ്റ്റ് കേസിലാണെങ്കിൽ ഇതിന് ഞാൻ CHO ഇങ്ങനെ എഴുതുകയാണ്, C ഡബിൾ ബോണ്ട് O സിംഗിൾ ബോണ്ട് H. ഇവിടുത്തെ CHO ഇങ്ങനെ എഴുതുകയാണ്, C ഡബിൾ ബോണ്ട് O സിംഗിൾ ബോണ്ട് H. ഇവിടുത്തെ COയെ C ഡബിൾ ബോണ്ട് ഒന്ന് എഴുതാം. സംഭവം ഇത്രയേ ഉള്ളൂ. 6 ഈ കാർബണിലോട്ട് വരും, MgX ഓയിലോട്ട് വരും. എല്ലായിടത്തും കണക്കല്ല. 6 കാർബണിലോട്ട് വരും, MgX ഓയിലോട്ട് പോകും. 6 കാർബണിലോട്ട് വരും, MgX ഓയിലോട്ട് പോകും. എല്ലായിടത്തും കണക്കല്ല, മാറ്റമൊന്നുമില്ല. നമുക്ക് കിട്ടുന്നത് HCH, ഇവിടെ 6 വരും, ഇവിടെ OMgX അല്ലേ. 6 ഇവിടെ വരും, കാർബൺ ഓയുടെ കൂടെ MgX വരും, ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ടാവും. ഇവിടെ നിന്ന് പറഞ്ഞേ CH3CHO, ഓയുടെ കൂടെ MgX വരും, ഇതിൻ്റെ കൂടെ 6 വരും. ഇവിടുത്തേന്ന് പറഞ്ഞേ CH3COയുടെ കൂടെ ആര് വരും, MgX വരും, ഇവിടെ 6 വരും, ഇവിടെ ഒരു CH3 കണ്ടോ. ഇനി വാട്ടർ കൊടുക്കുന്നു, H2, ഇവിടെ H ആവും, ഇവിടെ OH വരും. എല്ലായിടത്തും തന്നെ കാരണം ഇവിടെ H, ഇവിടെ OH, ഇവിടെ H, ഇവിടെ OH. ഒന്ന് പറഞ്ഞേ ഇവിടെ കിട്ടുന്നതെന്ന് പറഞ്ഞേ, വേണ്ട RCH2OH, RCH2OH. ഇവിടെ കിട്ടുന്നത് പറഞ്ഞേ RCHOH, ഇതാണ് RCHOH CH3. ഇവിടെ കിട്ടുന്നത് പറഞ്ഞേ CH3COH, ഇതാണ് CH3COH CH3R. അത് ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കണ്ട. ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് ഫോർമാൽഡിഹൈഡുമായിട്ട് റിയാക്ട് ചെയ്താൽ പ്രൈമറി ആൽക്കഹോൾ കിട്ടും. ബാക്കി ഏത് ആൽഡിഹൈഡുമായിട്ട് റിയാക്ട് ചെയ്താലും സെക്കൻഡറി ആൽക്കഹോൾ കിട്ടും. കീറ്റോണുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ ടെർഷ്യറി ആൽക്കഹോൾ കിട്ടും. ഇതാണ് നമുക്ക് വേണ്ടത്. അതായത് നമുക്ക് ഗ്രിഗ്നാർഡ് റിയേജൻ്റ് എടുത്തിട്ട് നമുക്ക് പ്രൈമറി ആൽക്കഹോളിനെ ഉണ്ടാക്കണമെങ്കിൽ ഏതെങ്കിലും ആൽഡിഹൈഡുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചാൽ പോരാ. ഏതെങ്കിലും ആൽഡിഹൈഡുമായിട്ട് റിയാക്ട് ചെയ്താൽ സെക്കൻഡറി ആൽക്കഹോളാണ് കിട്ടുന്നത്. പ്രൈമറി ആൽക്കഹോൾ കിട്ടണമെങ്കിൽ ഫോർമാൽഡിഹൈഡുമായിട്ട് തന്നെ റിയാക്ട് ചെയ്യിപ്പിക്കണം. അതുകണക്ക് തന്നെ സെക്കൻഡറി കിട്ടണമെങ്കിൽ ഏത് ആൽഡിഹൈഡുമായിട്ട് വേണമെങ്കിലും റിയാക്ട് ചെയ്യിപ്പിക്കാം. ടെർഷ്യറി കിട്ടണമെങ്കിൽ ആരുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കണം, കീറ്റോണുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കണം. റിയാക്ഷൻ ഇത്രയേ ഉള്ളൂ. ഡബിൾ ബോണ്ട് ഓയിലോട്ട് MgX വരും, കാർബണിൻ്റെ അടുത്തോട്ട് 6 വരും. എല്ലായിടത്തും അതേ കണക്ക് തന്നെ. പിന്നെ ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ഓയുടെ കൂടെ H വരും, MgXൻ്റെ കൂടെ OH വരും. ഓയുടെ കൂടെ H വരും, പിന്നെ ചേർത്ത് എഴുതിയാൽ മതി RCH2OH പ്രൈമറി, RCHOH CHOH CH3, RCHOH CH3, CH3 CROH. ഇത് ടെർഷ്യറിയാണ്. ഇത് പ്രൈമറി, ഇത് സെക്കൻഡറി, ഇത് ടെർഷ്യറി. OH അറ്റാച്ചിനകത്ത് 2 ഹൈഡ്രജൻ, OH അറ്റാച്ചിനകത്ത് 1 ഹൈഡ്രജൻ, OH അറ്റാച്ചിനകത്ത് ഹൈഡ്രജൻ ഇല്ല, ടെർഷ്യറി. സോ ഇതൊന്ന് ഓർത്ത് വെച്ചാൽ പ്രത്യേകം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. പ്രൈമറി ആൽക്കഹോളിനെ പ്രിപ്പയർ ചെയ്യാൻ എന്തിനെ എടുക്കണമെന്നുള്ളത്, അത് ഫോർമാൽഡിഹൈഡാണ്. ടെർഷ്യറി ആൽക്കഹോളിനെ എന്തെടുക്കണം, കീറ്റോൺ എടുക്കണം. സെക്കൻഡറി ആൽക്കഹോളിനെ പ്രിപ്പയർ ചെയ്യാൻ ഏത് ആൽഡിഹൈഡ് വേണമെങ്കിലും എടുക്കാം. ഇതാണ് നെക്സ്റ്റ് സെക്ഷൻ. ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത് ഒന്നും കൂടെ പറയാം, ടൊളൻസ്, ഫെഹിലിംഗ് രണ്ടും ആൽഡിഹൈഡ്സിനെ തിരിച്ചറിയാനാണ്. ടൊളൻസിൽ സിൽവർ മിററും ഫെഹിലിംഗിൽ റെഡ് പ്രസിപ്പിറ്റേറ്റ്. ആൽഡോൾ, കന്നിസാരം. ആൽഡോളിൽ ആൽഫ ഹൈഡ്രജൻ വേണം, അത് ആൽഡോൾ തരും, അല്ലെങ്കിൽ ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആൽഡിഹൈഡ്. കന്നിസാരിൽ ആൽഫ ഹൈഡ്രജൻ വേണ്ട, ഒരു CHOയെ CH2OH ആക്കുക, അടുത്ത CHOയെ COO NO ആക്കുക. ക്ലെമൻസൺ വോഫ്കിഷ രണ്ടിടത്തും ഒരേ റിയാക്ഷനാണ്. CHO CH3 ആവും, CO CH2 ആവും. ക്ലെമൻസണിൽ സിംഗമാൽഗോം HCl, സുഡൻ ബാർ HG HCl, മറ്റേ എടുത്ത് NH2 സിംഗിൾ ബോണ്ട് NH2, എത്തിലീൻ ഗ്ലൈക്കോൾ KOH. പിന്നെ HVZ അറിയാലോ. HVZ എന്ന് പറയുമ്പോൾ COOHൻ്റെ തൊട്ടടുത്ത കാർബണിലെ ഹൈഡ്രജനെ മാറ്റിയിട്ട് ഹാലജൻ വരുന്നു. എക്സും റെഡ് ഫോസ്ഫറസും. എട്ടാഡും ഗട്ടർമാനും. എട്ടാഡ് റിയാക്ഷനകത്ത് ടൊളുവീനെ ബെൻസാൾഡിഹൈഡ് ആക്കുന്നു, ഗട്ടർമാനകത്ത് ബെൻസീനെ ബെൻസാൾഡിഹൈഡ് ആക്കുന്നു. അയഡോഫോം ടെസ്റ്റ് തിരിച്ചറിയുന്നത് ആരെയൊക്കെ തമ്മിലാണ്? ഫോർമാൽഡിഹൈഡിനെയും അസറ്റാൽഡിഹൈഡിനെയും, ഫോർമാൽഡിഹൈഡിനെയും അസറ്റോണിനെയും. പിന്നെ ഓക്സിഡേഷൻ അറിയാലോ. ആൽഡിഹൈഡ്സിന് ഓക്സിഡേഷൻ ചെയ്താൽ ആസിഡ് കിട്ടും, കീറ്റോണിന് ഓക്സിഡേഷൻ ചെയ്താൽ മിക്സർ ഓഫ് ആസിഡ്, 2 ആസിഡ് കിട്ടും. ഗ്രിഗ്നാർഡ് റിയേജന്റ് RMgX പ്രൈമറി ആൽക്കഹോളിനെ ഉണ്ടാക്കണമെങ്കിൽ ഫോർമാൽഡിഹൈഡ് എടുക്കുക, സെക്കൻഡറി ആൽക്കഹോൾ ഉണ്ടാക്കണമെങ്കിൽ ഏതെങ്കിലും ആൽഡിഹൈഡ് എടുക്കുക, ടെർഷ്യറി ആൽക്കഹോളിനെ ഉണ്ടാക്കണമെങ്കിൽ ഏതെങ്കിലും കീറ്റോണിനെ എടുക്കുക. ഓക്കെ.